ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് ISLുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അതിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. ഇന്ത്യൻ ഫുട്ബോളിന് ആശ്വാസം. ISL ഫെബ്രുവരി 5-ന് ആരംഭിച്ചേക്കും. 20 വർഷ പ്ലാനുമായി IAF. നീണ്ട കാലത്തെ അനിശ്ചിതതകൾക്കും ആശങ്കകൾക്കും ഒടുവിൽ ISL ആരംഭിക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. നീണ്ട കാലത്തെ അനിശ്ചിതതകൾക്കും ആശങ്കകൾക്കും ഒടുവിൽ ISL ആരംഭിക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ലീഗ് നടത്തിപ്പിന് സ്പോൺസർമാരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായ IAF ലീഗിന് പുതുജീവൻ നൽകാൻ വിപുലമായ പദ്ധതികളുമായാണ് എത്തിയിരിക്കുന്നത്. അടുത്ത 20 വർഷത്തേക്ക് ചിലവുകൾ ചുരുക്കി ഫെഡറേഷന്റെ ഉടമസ്ഥതയിൽ തന്നെ ലീഗ് സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. അനിശ്ചിതമായി വൈകുന്ന 2025-2026 സീസണിന് ഫെബ്രുവരി 5-ന് കിക്ക് ഓഫ് കുറിക്കാനും തീരുമാനിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉടമസ്ഥതയും സംഘാടനവും ഫെഡറേഷൻ തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് നീണ്ടകാല പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. എല്ലാ വർഷവും ജൂൺ 1-ന് തുടങ്ങി മെയ് 31 വരെ 12 മാസം നീണ്ടു നിൽക്കുന്നതാവും ഒരു സീസൺ. 70 കോടി ബജറ്റ് നിശ്ചയിച്ച് ചിലവുകൾ പരമാവധി ചുരുക്കി ലീഗ് സംഘടിപ്പിക്കാനാണ് പദ്ധതി. കളിക്കുന്ന ക്ലബ്ബുകൾ പങ്കാളിത്ത ഫീസായി എല്ലാ വർഷവും 1 കോടി രൂപ ഫെഡറേഷന് നൽകണം. എന്നാൽ ഈ തുക സീസൺ അവസാനത്തിൽ ക്ലബ്ബുകൾക്ക് തിരികെ നൽകും. വരുമാന വിഹിതത്തിന്റെ 10% ഫെഡറേഷനും 30% വാണിജ്യ പങ്കാളികൾക്കുമായി നീക്കിവെക്കും. IAF ലീഗിന്റെ കാര്യത്തിലെടുത്ത തീരുമാനം ക്ലബ്ബുകൾ എങ്ങനെ നോക്കിക്കാണുമെന്നാണ് ഇനി അറിയേണ്ടത്. ഈ ആഴ്ച ക്ലബ്ബ് പ്രതിനിധികളുമായി നടത്തുന്ന ചർച്ചയിലാകും അന്തിമ തീരുമാനം ഉണ്ടാവുക. ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത് ISLുമായി ബന്ധപ്പെട്ടൊരു കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടായിരുന്നു ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്താണെന്നുള്ള ISLുമായി ബന്ധപ്പെട്ട ഈ കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇത് കേൾക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വളരെ അധികം സന്തോഷം നൽകുന്നതാണ്. തീർച്ചയായിട്ടും ഇതിനുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി വരാനുണ്ട്. അതും കൂടി നമ്മൾ അറിയിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിലവിലിപ്പോൾ അറിയാൻ കഴിയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ കേട്ട കാര്യങ്ങളാണ് ഇപ്പോഴൊക്കെ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ISL ഇനി നടക്കുമോ നടക്കില്ലേ എന്ന് ആശങ്കയിൽ നിൽക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അവരൊക്കെ ഒന്ന് ഹാപ്പിയാക്കുക. അപ്പോൾ ഒന്ന് ഉറപ്പിച്ച് പറയാണ്, ഇന്ത്യൻ ഫുട്ബോൾ ഇസ് ബാക്ക് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. ISL ഇസ് ബാക്ക് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. ISL ഏകദേശം ഒരു 90-99% ഏകദേശം ഇനി ഉറപ്പായിട്ടുണ്ട്. ഇനി ക്ലബ്ബുമായിട്ട്, അതായത് ISLുള്ള ക്ലബ്ബുമായിട്ട് ഒരു കൂടിക്കാഴ്ചയും കൂടിയുണ്ട്. അതും പാടി ഓക്കെ ആയി കഴിഞ്ഞാൽ ISL ഫെബ്രുവരി 5-ന് തുടങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്, ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇതിനോടുള്ള നിങ്ങളെ മറുപടി താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.